ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അത് ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് 2 ക്വസ്റ്റ്യനൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 13 കണ്ടോ? ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അനിൽ ലിമിറ്റഡ് ബൈസ് ഇറ്റ്സ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് 36,000 യൂണിറ്റ്സ് ഇൻ 6 ഇൻസ്റ്റാൾമെൻറ്റ്. ഇവർ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അല്ലെ, ആനുവൽ റിക്വയർമെൻ്റ് ആയിട്ടുള്ള 36,000 യൂണിറ്റ്സ് 6 ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നത് 1 ആണെന്ന്. പിന്നെ ആൻഡ് ഓർഡറിങ് കോസ്റ്റ് ഈസ് 25. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 25 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് 20% ഓഫ് യൂണിറ്റ് വാല്യൂ ആണ്. നമ്മളോട് ചോദിച്ചത് എന്താ നോക്കാം. Find total annual cost of existing inventory policy and how much money can be saved by using EOQ. ഇവരിപ്പോൾ EOQ വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഒന്നും ബൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെ പോളിസിയിലാണ് പോകുന്നത്. 36,000 യൂണിറ്റ്സ് പോലെ 6 ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോളിസി പോലെ എക്സിസ്റ്റിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളോട് പറഞ്ഞത് EOQ വെച്ചിട്ട് നമ്മളിത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര മണി സേവ് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവരെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്മൾ കണ്ടെത്തണം, അതേപോലെ തന്നെ EOQയിലും കണ്ടെത്തുക. എന്നിട്ട് കമ്പയർ ചെയ്താൽ കിട്ടുമല്ലോ എത്ര മണി സേവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ കിടക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഡീറ്റെയിൽസ് എടുത്ത് എഴുതാം. നമുക്ക് ആനുവൽ റിക്വയർമെൻറ്റ് തന്നത് 36,000, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ തന്നത് 25, പിന്നെ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. യൂണിറ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ആണെന്ന്. ഇതാ ഈച്ച് യൂണിറ്റ് കോസ്റ്റ് ₹1 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ക്യാരിങ് കോസ്റ്റ് നമുക്ക് 20% ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ കണ്ടെത്തുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നാൽ, EOQ വെച്ചിട്ട് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? EOQ ഫസ്റ്റ് കണ്ടെത്തുക. EOQ കണ്ടെത്താൻ ഞാൻ പറയണോ? വേണ്ടല്ലോ, ചെയ്തിട്ട് കാണിച്ചിട്ടേ. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ EOQ കണ്ടെത്തിയിട്ടുണ്ട്. 300 kg 3000 kg ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് ഓർഡർ എത്ര വരും എന്ന് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്താം. നമ്മൾ 36,000 3000 kg വെച്ചിട്ടാണ് ഓരോ തവണ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പോകേണ്ടി വരും? 36,000 ഡിവൈഡഡ് ബൈ 3000. 36,000 ഡിവൈഡഡ് ബൈ 3000 12 ഓർഡറാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ 36,000 EOQ വെച്ചിട്ട് 12 തവണയാണ് പോണത്. ഓരപ്പത്തെ പോളിസിയിൽ എന്താ പറഞ്ഞത്? 36,000 6 ഓർഡർ വെച്ചിട്ട് 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ EOQൻ്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും വന്നാൽ നമുക്ക് ബോക്സ് പോലെ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഈസി ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനിത് എക്സിസ്റ്റിംഗ് പോളിസിക്കും EOQക്കും സെപ്പറേറ്റ് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടിലെയും ആനുവൽ കൺസംഷൻ, ആനുവൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 36,000 ആണ്. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. A = 36,000 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന, നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തും, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തും. എന്നിട്ട് എവിടെയാണോ കുറവ്, ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് EOQ ആണ് കുറവ് കിട്ടല്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ തന്നെ ആവണമെന്നില്ല, നമ്മൾ കണ്ടെത്തി തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തിയ ഒരു കാര്യമാണ് നമ്പർ ഓഫ് ഓർഡർ. EOQൻ്റെ കേസിൽ എത്രയാണ്? 12. നമ്പർ ഓഫ് ഓർഡർ EOQൻ്റെ കേസിൽ നമ്മൾ എത്രയാണ്? 12 ഓർഡറാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യനിൽ എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്പർ ഓഫ് ഓർഡർ 6 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്പർ ഓഫ് ഓർഡർ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കണ്ടെത്തി. ഓക്കെ, പിന്നെ നമ്മൾ EOQ വെച്ചിട്ട് ക്വാണ്ടിറ്റി ഓർഡേർഡ് അറ്റ് എ ടൈം കണ്ടെത്തിയില്ലേ? അതായത് ഒരു ഫസ്റ്റത്തെ ടൈം അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ എത്രയാണ് ഓർഡർ ചെയ്യുന്ന യൂണിറ്റ്സ്? 3000 അല്ലേ? അപ്പം ക്വാണ്ടിറ്റി ഓർഡേർഡ് അറ്റ് എ ടൈം എത്രയാണ്? 3000 kg ആണ് EOQൻ്റെ കേസിൽ. നമ്മൾ എക്സിസ്റ്റിംഗ് പോളിസിയിലും കൂടെ അത് കണ്ടെത്തുക. ഇത് മൂന്നുമാണ് നമ്മളെ കോമൺ ആയിട്ട് വർക്കിംഗ് നോട്ട് വരിക. ഓക്കെ, ക്വാണ്ടിറ്റി ഓർഡേർഡ് അറ്റ് എ ടൈം നമ്മളെങ്ങനെ കണ്ടെത്തുക? ഇവർ 36,000 6 ഓർഡർ വെച്ചിട്ടാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് അതിന് കണ്ടെത്തിയുടെ 36,000 ഡിവൈഡഡ് ബൈ 6. 36,000 ഓലെ റിക്വയർമെൻറ്റ് ഓലെ 6 പ്രാവശ്യമാണ് പോയി വാങ്ങുന്നത്. അപ്പോൾ എത്രയാണ് കിട്ടുക? 6,000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 6,000 kg ആണ് ഇവർ പോയി വാങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ കോമൺ വർക്കിംഗ് നോട്ട്. ഇനി നമ്മൾ 2 സിറ്റുവേഷനിൽ നമ്മൾ ആരെ കണ്ടെത്തുക? ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ടോട്ടൽ കോസ്റ്റിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? നമ്മളെ ബൈയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ്. ഇവരെ മൂന്നാളെയും കണ്ടെത്തുക, ടോട്ടൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈയിങ് കോസ്റ്റ് കണ്ടെത്താൻ പോവാണ്. ബൈയിങ് കോസ്റ്റ് ഇവരെത്രയാണ് റിക്വയർ ചെയ്യുന്നത്? 36,000 യൂണിറ്റ്സ് ആണ് ഓലെ റിക്വയർമെൻറ്റ്.
ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതാ ഈച്ച് യൂണിറ്റ് കോസ്റ്റ് ₹1. അപ്പം നമ്മൾ 36,000 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36,000 എന്ന് കിട്ടും. അത് രണ്ട് സിറ്റുവേഷനിലും സെയിം അല്ലേ, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ രീതി രണ്ടാമത്തെ ആളാണ് ആര്? ഓർഡറിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് കണ്ടെത്തണം. ഓർഡറിങ് കോസ്റ്റ് നമ്മൾ പറയുന്നത് പെർ ഓർഡറിൻ്റെ മുകളിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർഡർ ഈ സിറ്റുവേഷനിൽ 6 ഇൻറ്റു ഇവിടെ 12 സോറി ഇവിടെ എഴുതിയിട്ടില്ലേ ഓർഡറിങ് കോസ്റ്റ്. ഇവിടെ എത്രയാണ്? 12 ഇൻറ്റു ചെയ്തിട്ടുണ്ട്. ഇനി എന്തുമായിട്ടാണ് ചെയ്യേണ്ടത്? നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടില്ലേ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 25. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 25 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. 25 അപ്പം 6 ഇൻറ്റു 25 150 12 ഇൻറ്റു 25 300. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി മൂന്നാമത്തെ ആളാണ് ആര്? ക്യാരിയിങ് കോസ്റ്റ്. ഞാൻ CC എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? CC. ഓക്കെ. ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ 0.2. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു 0.2. ഇവിടെ എഴുതുന്നു 0.2. നമ്മൾ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയ സാധനമല്ലേ. അപ്പം നമ്മൾ ഇവിടെ എത്രയാണ് വാങ്ങുന്നത്? 6,000 അല്ലേ അറ്റ് എ ടൈമിൽ വാങ്ങുന്നത്. അപ്പം ഇൻറ്റു ഇവിടെ 6,000. ഈ കേസിൽ ഇവിടെ അതാ 3,000. അതിനാണ് എഴുതി. പക്ഷേ ക്യാരിയിങ് കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ സ്റ്റോർ റൂമിൽ എപ്പോഴും 6,000 ഉണ്ടാവുമോ? അതേപോലെ തന്നെ 3,000 ഉണ്ടാവുമോ? ഇല്ലല്ലോ. നമ്മളത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ടൈമിൽ ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ അത് പ്രൊഡക്ഷനിലോട്ട് പോയോണ്ടിരിക്കല്ലേ. അപ്പം ഒരു ആവറേജ് ആവും നമ്മളെ സ്റ്റോർ റൂമിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്താണ്ട് എമൗണ്ട് എഴുതരുത്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒരു ആവറേജ് മാത്രമേ ഇതാവും. അതുകൊണ്ടാണ് നമ്മൾ ബൈ 2 ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം 0.2 ഇൻറ്റു 6,000 ബൈ 2. ഈ കേസിൽ 600. ഈ കേസിലോ 0.2 ഇൻറ്റു 3,000 ബൈ 2 300. ഓക്കെ ആണോ? ഇനി ഇത് ടോട്ടൽ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് എക്സിസ്റ്റിംഗ് പോളിസിയിൽ 36,000 പ്ലസ് 150 പ്ലസ് 600 36,750 ആണ് ടോട്ടൽ കോസ്റ്റ് ഇട്ടുക. 36,750. ഇയോക്കിൻ്റെ കേസിൽ 36,000 പ്ലസ് 300 പ്ലസ് 300 36,600 36,600 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ നോക്കി നോക്കിയേ. ഇവിടെ 36,750 ഇയോക്കിൽ കുറവല്ലേ. അപ്പം കുറവാണ്. എത്ര നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും? എമൗണ്ട് സേവ്ഡ് യൂസിങ് EOQ നമുക്ക് എത്ര? 36,750 36,600 കുറച്ചാൽ പോരെ? 150 രൂപ. ഓക്കെ. 150 രൂപ നമ്മൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? പ്രോബ്ലം സോൾവ്ഡ്.